കണ്ടൊക്കെ ശരി കൊണ്ടേ പോകുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത് അനുഭവിച്ചറിഞ്ഞു. 5 മണിക്കാണ് ബസ് എന്നറിഞ്ഞിട്ട് പോലും 5:20 ഇനി എൻ്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. ഒരു ഓട്ടോ ചേട്ടൻ്റെ നല്ല മനസ്സ് കാരണം എനിക്ക് ടൗണിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റി. അവിടെ ATM-ൽ കയറിയിട്ട് കുറച്ച് പൈസ എടുക്കാനുണ്ടായിരുന്നു. അതാണെങ്കിലോ കിട്ടിയിട്ടുമില്ല. മിനിറ്റുകളോളം നീണ്ടു നിന്ന പരിശ്രമത്തിന് ശേഷം അവസാനം പൈസ ഞാൻ സ്വന്തമാക്കി. അതിനുശേഷം ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് വാച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെയാണെങ്കിലോ ഇതുവരെ ഇല്ലാത്ത തിരക്കും. അവസാനം ക്ഷമയുടെ നെല്ലിപ്പിലൊക്കെ കണ്ടുവെങ്കിലും ഞാൻ അവിടെ ക്ഷമിച്ചു നിന്നു. ഉമ്മ അവിടെ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. സോ ഞാൻ വേഗം ഉമ്മാൻ്റെ അടുക്കിലേക്ക് പോയി. പിന്നെ അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സാധനം വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫാൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. യോഗട്ട്, ബ്രെഡ്, മുട്ട, പാല് അങ്ങനത്തെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ അനിയന് വേണ്ടിയിട്ടുള്ള കുറച്ച് മുട്ടായികളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പിസ്ത, ബദാം അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിസ്ത വാങ്ങിയിട്ടില്ല, അണ്ടിപ്പരിപ്പും ബദാമും. പിന്നെ കുറച്ച് തേൻ വാങ്ങാനുണ്ടായിരുന്നു, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുഞ്ഞായത് കാരണം ഞാൻ ഹിമാലയൻ്റെ ബേബി സോപ്പിലാണ് കുളിക്കാറ്, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഡ് സോപ്പും. ഈ 2 സോപ്പ് മാത്രമേ ഞാൻ ഉപയോഗിച്ച് കുളിക്കാറ്. കുറച്ചധികം സാധനം വാങ്ങിയത് കാരണം അവിടെ കൂപ്പൺ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിയെങ്കിലും ഇടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ശുഭദിനം.